സിസ്റ്റൈൻ ചാപ്പൽ മെയ് 7 ആരംഭിക്കുന്ന കോൺക്ലേവിൽ വോട്ടവകാശമുള്ള എല്ലാ കർദിനാൾമാരും പ്രാർത്ഥനാപൂർവം ഒന്നിച്ചുകൂടുന്ന കപ്പേളയാണ് സിസ്റ്റൈൻ ചാപ്പൽ. എങ്ങനെയാണ് അതിന് സിസ്റ്റൈൻ ചാപ്പൽ എന്ന് പേര് വന്നത്? എന്താണ് അതിൻ്റെ പ്രത്യേകത? ചരിത്ര വഴികളിൽ അതിന് ചില പ്രാധാന്യങ്ങളുണ്ട്. എന്നു മുതലാണ് അവിടെ കോൺക്ലേവ് തുടർച്ചയായി നടന്നത്? നമുക്ക് കേൾക്കാം. 1473 മുതൽ 1481 വരെയുള്ള കാലഘട്ടത്തിലാണ് തിരുസഭയെ അന്ന് നയിച്ചുകൊണ്ടിരുന്ന പോപ്പ് സിക്സ്റ്റസ് 4 മാർപ്പാപ്പ ഈ സിസ്റ്റൈൻ ചാപ്പൽ പണി കഴിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ കാലയളവിൽ നിർമ്മിച്ച ഈ മനോഹരമായ ചാപ്പലിന് സിസ്റ്റൈൻ എന്ന ചാപ്പലിന് പേരിടാൻ കാരണം അദ്ദേഹം പണി കഴിപ്പിച്ചതുകൊണ്ടാണ്. ഇതിനായി സിക്സ്റ്റസ് 4 മാർപ്പാപ്പ പടം വരയ്ക്കുവാനായി, പ്രത്യേകിച്ച് ഈ ചാപ്പലിൻ്റെ അകത്ത് ഫ്രെസ്കോസും മറ്റു ചുമർ ചിത്രങ്ങളും വരയ്ക്കുവാനും വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കുക തന്നെ ഉണ്ടായി. നവോത്ഥാന കാലഘട്ടത്തിലെ ഈ ചിത്രകാരന്മാരുടെ ഈ ടീമിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാന്ദ്രോ ബോത്തിച്ചെല്ലി, പീത്രോ പെറൂജിനോ, പിന്തുറിച്ചിയോ, ഡൊമിനിക്കോ, കോസ്മിക്കോ റോസല്ലി എന്നിവർ ചേർന്ന ടീമായിരുന്നു. ഇവർ ചേർന്ന് അതിമനോഹരമായ ചുവർ ചിത്രങ്ങളുടെ മനോഹരമായ ഒരു കല തന്നെ ഈ ചാപ്പലിൽ സൃഷ്ടിച്ചു. അങ്ങനെ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ അകത്ത് സിക്സ്റ്റസ് 4 മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം അവർ വരച്ച ചിത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് ചിത്രങ്ങളുടെ പരമ്പരയാണ്. ഒന്ന്, മോശയുടെ ജീവിതം മുഴുവനും അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. 2, ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവനും ഈ സിസ്റ്റൈൻ ചാപ്പലിൽ ചിത്രീകരിച്ചിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിക്സ്റ്റസ് 4 മാർപ്പാപ്പ നിയോഗിച്ച ചിത്രകാരന്മാരുടെ ടീമാണ് മോശയുടെയും യേശുവിൻ്റെയും ജീവചരിത്രങ്ങൾ സിസ്റ്റൈൻ ചാപ്പലിൽ ചുമർ ചിത്രങ്ങളായി ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം സിക്സ്റ്റസ് 4 മാർപ്പാപ്പ ഓഗസ്റ്റ് മാസം 15 തീയതി പരിശുദ്ധ അമ്മയുടെ അമുലോഫോ തിരുനാൾ ദിവസത്തിൽ 1483 ഈ ദേവാലയം പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. അങ്ങനെ ഒഫീഷ്യലായിട്ട് ഇവിടെ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന ചൊല്ലി ഈ ദേവാലയം കോൺസെക്രേറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ജൂലിയസ് 2 മാർപ്പാപ്പ 1508 മുതൽ 1512 വരെയുള്ള കാലഘട്ടത്തിൽ വിശ്വപ്രസിദ്ധ ചിത്രകാരനും കൊത്തുപണിക്കാരനുമായ മൈക്കൽ ആഞ്ചലോയെ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ കൂടുതൽ നവീകരണത്തിനും മറ്റ് ചിത്രപ്പണികൾക്കുമായി ക്ഷണിക്കുകയുണ്ടായി. 1511 മൈക്കൽ ആഞ്ചലോ വളരെ വിശ്വപ്രസിദ്ധമായ ക്രിയേഷൻ ഓഫ് ആദാമിൻ്റെ സൃഷ്ടി നിങ്ങൾ സിസ്റ്റൈൻ ചാപ്പലിൽ കയറുമ്പോൾ കണ്ടു കാണും. ദൈവത്തിൻ്റെ കൈവിരലും അതുപോലെ തന്നെ ആദത്തിൻ്റെ കൈവിരലും തമ്മിൽ സന്ധിക്കുന്ന ഒരു ചിത്രമാണത്. ഇത് സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മേൽക്കുരയിൽ പണി കഴിപ്പിച്ചത്, വരച്ചു വെച്ചത് മൈക്കൽ ആഞ്ചലോയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് സിസ്റ്റൈൻ ചാപ്പലിൻ്റെ അൾത്താരയുടെ പുറകുവശത്തുള്ള ചുമലിൽ വരച്ച ലാസ്റ്റ് ജഡ്ജ്മെൻറ്റിൻ്റെ ചിത്രമാണ്. അത് മനോഹരമായി വരച്ച ഇത് അവസാനത്തെ വിധിയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. വിശ്വപ്രസിദ്ധനായ മൈക്കൽ ആഞ്ചലോ തൻ്റെ വളരെ മനോഹരമായ കഴിവിലൂടെ അവിടെ വരച്ചു വെച്ചിരിക്കുന്നു. അതും വളരെ വിശ്വപ്രസിദ്ധമാണ്. അനേകം ആളുകളാണ് ഇത് കാണുവാനായിട്ട് ദിവസവും ഈ ചാപ്പലിലേക്ക് ഓടിക്കൂടുന്നത്. ഇനി നമുക്ക് കോൺക്ലേവിൻ്റെ ചരിത്രത്തിലേക്ക് തിരിച്ചു വരാം. 1492 6 ദിവസം നീണ്ടു നടന്ന കോൺക്ലേവ് തിരുസഭയുടെ ചരിത്രത്തിൽ ഈ സിസ്റ്റൈൻ ചാപ്പലിൽ ആദ്യമായി നടന്നത്. ആ കോൺക്ലേവിൽ സിസ്റ്റൈൻ ചാപ്പലിൽ വെച്ച് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പയുടെ പേരാണ് അലക്സാണ്ടർ 6 മാർപ്പാപ്പ. അതിനുശേഷം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവ് പല സ്ഥലങ്ങളിൽ വെച്ച് നടന്നിട്ടുണ്ടെങ്കിലും 1878 മുതലാണ് കോൺക്ലേവിൻ്റെ സ്ഥിരമായ സ്ഥലമായിട്ട് സിസ്റ്റൈൻ ചാപ്പൽ മാറിയത്. 1878 മുതൽ ലിയോ 13 മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തത് മുതൽ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് വരെ തുടർച്ചയായി കോൺക്ലേവുകൾ നടന്നത് ഈ സിസ്റ്റൈൻ ചാപ്പലിൽ വെച്ചാണ്. ഇനി 267 പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ വേദിയാകുന്ന ഈ സിസ്റ്റൈൻ ചാപ്പലിൽ, വിശ്വപ്രസിദ്ധമായ സിസ്റ്റൈൻ ചാപ്പലിൽ കർദിനാൾമാരെല്ലാവരും മെയ് 7 ഒത്തുകൂടുമ്പോൾ അവിടെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മെയ് 7 തീയതി 4:30 മണിയോടുകൂടി വീനി സാന്തു സ്പിരിറ്റ് എന്ന പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിച്ചുകൊണ്ട് എല്ലാ കാർഡിനൽമാരും ഈ അതിമനോഹരമായ സിസ്റ്റൈൻ
ചാപ്പലിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. അതിനുശേഷം പേപ്പൽ പ്രീച്ചറായിരുന്ന കാന്തലമെസ്സ എല്ലാ കർദിനാൾമാരെയും അഭിസംബോധന ചെയ്ത് സഭയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പ്രത്യേകമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷം വോട്ടെടുപ്പിൻ്റെ ക്രമീകരണങ്ങൾ ഇങ്ങനെയായിരിക്കും. വോട്ടെടുക്കേണ്ട ആ ബാലറ്റ് പേപ്പർ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ചതുരാകൃതിയിലായിരിക്കണം. അത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1996 പുറപ്പെടുവിച്ച യൂണിവേഴ്സി പൊന്തിഫിച്ച് ഗ്രേജിസ് എന്ന് പറഞ്ഞ അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 65-ാമത്തെ നമ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ പേപ്പറിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ലാറ്റിനിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും എലീഗോ സുമ്മും പൊന്തിഫീച്ചും. അതിൻ്റെ അടിഭാഗത്തായിട്ട് ഏത് കർദിനാളിനെയാണോ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ആ കർദിനാളിൻ്റെ പേര് അടിഭാഗത്തായിട്ട് എഴുതി വയ്ക്കും. അതിനുശേഷം ഈ പേപ്പർ മടക്കും, ബാലറ്റ് പേപ്പർ മടക്കി അത് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. അതീവ രഹസ്യ സ്വഭാവമുള്ള ഈ ബാലറ്റ് പേപ്പർ എഴുതുന്ന ആള് വളരെ ശ്രദ്ധയോടുകൂടി എഴുതേണ്ടതാണ്. അയാളുടെ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വിധത്തിലായിരിക്കണം അത് എഴുതേണ്ടത്. അതുപോലെ തന്നെ 2 പേരുടെ പേരെഴുതുകയാണെങ്കിൽ ആ ബാലറ്റ് പേപ്പർ അസാധു ആയിരിക്കും എന്നുള്ളതും ഒരു പ്രത്യേക വസ്തുതയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വോട്ടെടുപ്പ് നടക്കുമ്പോൾ സിസ്റ്റൈൻ ചാപ്പലിൽ വോട്ടവകാശമുള്ള കർദിനാൾമാർ മാത്രമേ അവിടെ പാടുള്ളൂ എന്ന് നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ സെക്രട്ടറി ഓഫ് കോളേജ് ഓഫ് കാർഡിനൽസും അതോടൊപ്പം തന്നെ മാസ്റ്റർ ഓഫ് സെറമണീസും അതുപോലെ തന്നെ പേപ്പൽ ലിറ്റർജിക്കൽ സെലിബ്രേഷൻ്റെ മാസ്റ്ററും ഈ ചാപ്പലിൽ നിന്നും പുറത്തേക്ക് പോകുന്നതായിരിക്കും. അതിനുശേഷം ജൂനിയർ കാർഡിനൽ ഡീക്കനായ കർദിനാള് ഈ സിസ്റ്റൈൻ ചാപ്പലിന്റെ ഡോർ അടയ്ക്കുന്നതായിരിക്കും. ഈ പ്രക്രിയ ബാലറ്റിന്റെ ഇലക്ഷൻ കഴിയുമ്പോഴും ഈ പ്രക്രിയ തുടർന്നതായിരിക്കും. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജൂനിയർ കാർഡിനൽ ഡീക്കൻ എന്നത് ഇന്റർ റിലീജിയസ് ഡിക്കാസ്ട്രിയുടെ തലവനായ കർദിനാൾ ജോർജ് കൂവക്കാട്ടാണ്. അതെ, സിസ്റ്റൈൻ ചാപ്പലിന്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി. 267-ാമത്തെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ആ പ്രക്രിയ നടക്കുന്ന ചാപ്പലിൽ മെയ് 7-ാം തീയതി മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കട്ടെ എന്നും ഓരോ കർദിനാൾമാരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവഹിതപ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് ഈ ദിനങ്ങളിൽ കാത്തിരിക്കാം പ്രാർത്ഥനയോടുകൂടി. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നെസ് ടെലിവിഷന് വേണ്ടി ഫാദർ ജോജി പോളിനോടൊപ്പം ഫാദർ ജോബി പോൾ.